മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ നിൽക്കുന്നത് മണ്ണുത്തി ബൈപ്പാസിലുള്ള റെനോൾട്ടിന്റെ ഷോറൂമിലാണ് കേട്ടോ. എന്താണല്ലേ, റെനോൾട്ട് ഉപഭോക്താക്കൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു, നമ്മുടെ വാഹനം എന്തുകൊണ്ട് അപ്ഡേഷൻ ആയിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളത്. അതിന് വിരാമം ഇട്ടിരിക്കുകയാണ് റെനോൾട്ട്. ട്രൈബർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം 2025 വരുമ്പോൾ അടിമുടി മാറി പുതിയ അപ്ഡേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കുന്നത്. അപ്പൊ ആ ഒരു വിശേഷത്തിലേക്ക് പോലെ പോരേട്ടാ. ചേരപ്പം നമ്മുടെ പുതിയ ടൈബറിന്റെ കൂടുതൽ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് റെനോ ഷോറൂമിലെ സെയിൽസ് TL ആയിട്ടുള്ള വൈശാഖ് മച്ചാൻ നമ്മളോടൊപ്പം ഉണ്ട്. മച്ചനോട് ഈ ഒരു വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാട്ടാ. മച്ചനെ നമസ്കാരം ഉണ്ട്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മളിവിടെ വരണേ അല്ലേ? അതും റെനോന്റെ പുതിയ തുറുപ്പ് ചീട്ടായിട്ടുള്ള ടൈബർ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തൊക്കെ സവിശേഷതകളാണ് നമ്മുടെ റെനോ ടൈബറിൽ കൊണ്ടുവന്നിട്ടുള്ള മച്ചാനെ? മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ടിലത്തെ ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. മെയിൻ ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, ഫ്രണ്ട് അടിമുടി മാറിയിട്ടുണ്ടല്ലേ വാഹനത്തിന്? ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ ലോഗോ ആണ് മെയിൻ ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെയാണ് ആ ലോഗോ കൊടുത്തിട്ടുള്ളത് അല്ലേ? അത് ഇന്റർനാഷണലി വരുന്ന സ്പെക് ആണ് ആ ലോഗോ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ട്രൈബറിലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പൊ സൈഡിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലാംപ്സിൽ തന്നെ നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതും LED ആണ് വന്നിട്ടുള്ളത്. LED ഹെഡ് ലാംപ്സും അതേപോലെ തന്നെ LED ഫോഗ് ലാംപ്സും ആണ് വന്നിട്ടുള്ളത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് സെൻസേഴ്സാണ്. ഫ്രണ്ട് സെൻസറും അഡീഷണൽ കയറി വന്നിട്ടുണ്ട്. പിന്നെ ടോട്ടലി ഫ്രണ്ടിലത്തെ ഗ്രില്ലും ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു മുഖം തന്നെ മാറ്റി കളഞ്ഞു അല്ലേ? ഫ്രണ്ടിലത്തെ മൊത്തം സ്പെക്ക് തന്നെ മാറ്റിയെന്ന് പറയാൻ. സൈഡിലേക്ക് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മിറേഴ്സ് ആണ് വരുന്നത്. അത് ഓട്ടോ ഫോൾഡിംഗ് ആണ് വരുന്നത് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. വീൽസ് ആണ് വരുന്നത്. വീൽസ് 15 ഇഞ്ച് ഫ്ലെക്സ് വീൽസ് ആണ് വരുന്നത്. ഒരു അലോയ്സോട് കൂടിയിട്ടില്ലേ? കാണുമ്പോൾ ഒരു അലോയ് ടൈപ്പ് ആണ് വരുന്നത്, പക്ഷെ അലോയ്സ് അല്ല വരുന്നത്, ഫ്ലെക്സ് വീൽസ് ആണ് വരുന്നത്. കാണുമ്പോൾ ശരിക്കും നമുക്ക് അലോയ്സ് തന്നെയാന്ന് തോന്നുന്നു അല്ലേ? വണ്ടിക്ക് അലോയ്സ് ഉള്ള മാതിരി ഫീൽ ചെയ്യാം. താഴത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലാഡിങ്ങിന് പകരം സ്റ്റിക്കറിംഗ് ആണ് വന്നിട്ടുള്ളത്. പ്രത്യേക ഭംഗിയിൽ ഒരു സ്റ്റിക്കർ വന്നിട്ടുള്ളത് കൊണ്ട് വാഹനത്തിനൊരു ഭംഗിയും കിട്ടുന്നുണ്ട്. പ്രത്യേക ഭംഗി തന്നെ സൈഡ് വരുമ്പോ. പഴയ മോഡലില് ക്രോംസ് ആയിരുന്നു, പുതിയതിലേക്ക് വന്നപ്പോ അത് ബ്ലാക്ക് ആയി. എനിക്ക് തോന്നുന്നു വൈശാഖ് മനസ്സിലായി, നമുക്ക് മിറേഴ്സ് ആയാലും ഈ ഒരു ആയാലും ഇനിയിപ്പോ ഈ ഒരു മോളിലത്തെ ആ ഒരു ഭാഗങ്ങളായാലും ഇതെല്ലാം ബ്ലാക്കും എന്താ പറയാ ഒരു
ഡബിൾ കോംബോ രീതിയിൽ അല്ലേ? ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത്. ആ ഷെയ്ഡിന് അനുസരിച്ചിട്ടുള്ള സൈഡ് മൊത്തം വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് കൂടുതൽ ഭംഗിയും കൂട്ടുന്നല്ലേ, അട്രാക്ഷൻ കിട്ടും വണ്ടി. ഇനി നമുക്ക് ഈ ഒരു സൈഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലല്ലോ അല്ലെ? ഇല്ല, സൈഡിലേക്ക് വലിയ മാറ്റമില്ല. പിന്നെ ബാക്കിലേക്കാണ് ടോട്ടലി ചേഞ്ച് ആയിട്ടുള്ളത്. ടോപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ എന്തെങ്കിലും വന്നിട്ടില്ല? അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇല്ല, സാധാ ഒരു ആന്റിന കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 50 കിലോ വെയിറ്റ് താങ്ങും. അപ്പൊ അതായത് നമുക്ക് ഇനി പുറത്തേക്കൊക്കെ പോണ ആൾക്കാരാണ് കാരിയറൊക്കെ വെച്ച് സെറ്റ് ആക്കാൻ പറ്റൂട്ടാ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് റിയറിലോട്ട് പോകാലോ അല്ലെ? റിയറിൽ മൊത്തം ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. ടൈൽ ലാംപ്സ് ആണ്, അതൊരു സ്മോക്കി ടൈൽ ലാംപ്സ് ആണ് വന്നിട്ടുള്ളത്. വിത്ത് LED ആണ് വരുന്നത് ബാക്ക്. ഈ ഒരു ഭാഗമൊക്കെ വരുമ്പോ സ്മോക്കി ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നല്ലേ? പിന്നെ LED ആണ് വരുന്നത് മെയിൻ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എംബ്ലം മാറി. പിന്നെ അടിയിലേക്ക് വരാൻ ട്രൈബൽ എന്നുള്ള ബാഡ്ജിങ് ആണ്. അതിലെന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. വ്യത്യാസം ബാഡ്ജിങ് ആദ്യം ഈ ടൈപ്പ് ആയിരുന്നില്ല, മുകളിലായിരുന്നു ട്രൈബർ. ഈ ഒരു സൈഡിലായിട്ട് അത് നേരെ താഴത്തിലോട്ട് വന്നു. ക്യാമ് കാര്യങ്ങള് വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് ഒരു സ്കിൽ പ്ലേറ്റുകൾ വരുന്നുണ്ട് ഏറ്റവും അടിയിൽ. ഈ ഒരു വൈപ്പർ, അതുപോലെ തന്നെ വൈപ്പറിലേക്ക് വരുന്ന ഒരു വാഷർ, ബാക്കിയൊക്കെ പഴയ ഒരു വാഹനത്തിന്റെ അതേപോലെ തന്നെ പഴയ മാതിരി തന്നെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ബൂട്ട് നമുക്ക് നോർമൽ വരുമ്പോ 82 ആണ് വരുന്നത്. ബൂട്ട് സ്പേസ് കുറച്ച് കുറവുണ്ടോ? ഇല്ല, അത് നമുക്ക് വേണമെങ്കിൽ 5 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ 5 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതിലത്തെ 2 സീറ്റ് നമുക്ക് റിമൂവബിൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ കൂടുതൽ വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു 50 കിലോ വരെ വെയിറ്റ് ഉള്ള മേലേക്ക് അതിനുള്ള റൂഫ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് അല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ വേണ്ട. അതായത് 5 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, 7 സീറ്റർ. ഇനിയിപ്പോ എന്തെങ്കിലും ലഗേജ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് അത് ക്യാരി ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. 2 പേരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് സീറ്റ് മൊത്തമായിട്ട് റിമൂവ് ചെയ്യാം, സെക്കൻഡ് റോ റിമൂവ് ചെയ്യാം, ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാട്ടി തരാൻ പറ്റുമോ? പിന്നെന്താ, അതായത് ഇതില് ജസ്റ്റ് ഓപ്പൺ ആക്കാം, ഈ ഒരു സീറ്റ് ഇങ്ങനെ ഇടാം, അപ്പൊ തന്നെ അത്യാവശ്യത്തിന് നമുക്ക് സ്പേസ് ആയി. വേണമെന്ന് വെച്ചാൽ ബാക്കിലത്തെ സീറ്റ് മൊത്തമായിട്ട് ഊരി വെക്കാം. ഓക്കെ, ഞാൻ അത് നേരത്തെ കണ്ടു. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഊരാലോ? സിമ്പിൾ ആണ്. ജസ്റ്റ് ഈ 2 ക്ലിപ്പ് വരുന്നുണ്ട്. 2 ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ സീറ്റ് ഊരി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതും നമുക്ക് ഊരി വെക്കാം. ബാക്കിലത്തെ സീറ്റ് വരാം. ജസ്റ്റ് ഒരു ക്ലിപ്പാണ്. ക്ലിപ്പ് പൊക്കി കഴിഞ്ഞാൽ സൂപ്പർ. എന്താ പറയാ, സുഖമായിട്ട് ഒരു ട്രാവലിംഗ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബെഡ് ഇട്ട് കിടന്ന് ഉറങ്ങാലോ അല്ലെ? അത്ര സ്പേസ് ഉണ്ട്. അങ്ങനെ ബാക്കിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഒരു ഹോൾഡർ ഒക്കെ വരുന്നുണ്ടല്ലോ അല്ലെ? ചാർജർ സോക്കറ്റും വരുന്നുണ്ട്, അതേപോലെ തന്നെ ആംറസ്റ്റും വരുന്നുണ്ട്. ആംറസ്റ്റ് ഉണ്ടല്ലോ അല്ലെ? നമുക്ക് സ്പെയർ വീൽ എവിടെ വരുന്നത്? സ്പെയർ വീല് വണ്ടിയുടെ അടിയിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു താഴത്തായിട്ടാണല്ലേ? താഴത്താ വരുന്നത്. ജസ്റ്റ് ഇവിടെയാണ് വരുന്നത് അതിന്റെ ക്ലാമ്പ്. ഓക്കെ, അതൊന്ന് സ്ക്രൂ തിരിച്ചു കഴിഞ്ഞാൽ അത് അടിയിലേക്ക്, ടയർ അടിയിലേക്ക് ഇറങ്ങിക്കോളൂ അല്ലെ? അപ്പോ ടയർ നമുക്ക് ഇനി വല്ല പഞ്ചറോ കാര്യങ്ങളൊക്കെ ആവാണെങ്കിൽ എടുക്കാനും സുഖമായിട്ടാണ് അല്ലെ? ഓക്കെ, എന്തായാലും എല്ലാം കണ്ടിട്ടാണ് റെനോ എന്ന് പറയുന്ന കമ്പനി ഈ ഒരു ടൈബർ എന്താ പറയാ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അല്ലെ? കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇല്ല, കസ്റ്റമേഴ്സിന് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് AC വെന്റ്സ് വരുന്ന മേലെന്ന, അപ്പൊ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കും കുറച്ചും കൂടിയും ചില്ലായിട്ട് യാത്ര ചെയ്യാനും പറ്റും. അതായത് ഏറ്റവും ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്കും സുഖമായിട്ട് എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് ചില്ലായിട്ട് അല്ലെ? ഒരു 6 അടിയുള്ള ആൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് ഇരുന്ന് സുഖമായിട്ട് പോവാം. വിത്ത് ഹെഡ് റെസ്റ്റും കൂടി വരുന്ന കാരണം കറക്റ്റ് ആയിട്ട് നമുക്ക് ഇരുന്ന് പോവാം. ഓക്കെ, ബാക്കിയുള്ള വാഹനങ്ങളിലെ മച്ചനെ നമുക്ക് കുട്ടികൾക്കാണ് ബാക്ക് സീറ്റിലൊക്കെ ഇരിക്കാൻ പറ്റാന്ന് പറയും. പക്ഷെ ഞാൻ നോക്കുമ്പോ ഇതിൽ കുട്ടികൾക്കല്ല, വലിയ ആൾക്കാർക്ക് വരെ സുഖമായിട്ട് ഇരിക്കാട്ടാ. നമുക്കൊരു 8 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാം അല്ലെ? സൈസ് ഉള്ള ആൾക്കാരെ ഫ്രണ്ടിൽ 2, ബാക്കിലൊരു 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. പിന്നെ ഏറ്റവും ബാക്ക് സീറ്റിൽ വേണമെങ്കിൽ ഒരു 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. എന്നെ മറ്റേ സൈസ് ഉള്ള ആൾക്കാരെ 2 പേര്. പിള്ളേര് കൂടുതൽ വീട്ടിലുണ്ടെങ്കിൽ സുഖമാണ് അവർക്ക് ട്രാവലിംഗ് ചെയ്യാൻ. 4 പേർക്കൊക്കെ ഇരിക്കാം, സുഖമായിട്ടിരിക്കാം. ഇനിയിപ്പോ അവർക്ക് വേണമെങ്കിൽ 2 മക്കളുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ബാക്കിലോട്ടിട്ട് സീറ്റ് ഊരി കഴിഞ്ഞാൽ ബാക്ക് ഫുൾ കളിക്കാനുള്ള ഒരു സ്പേസ് ആയി അവർക്ക്. സ്പേസ്, ലഗേജ് വെക്കാനുള്ള സ്പേസ്. അപ്പൊ റെനോ ടൈബറിന്റെ പുറത്തെ വിശേഷങ്ങൾ ഇത്രയാണ് അല്ലേ? പുറത്തത് ഇത്ര വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇന്റീരിയർ ഒന്ന് കണ്ടാലോ? ഇന്റീരിയർ നോക്കാൻ വെച്ചാൽ ഫസ്റ്റ് വരുന്നത് നമുക്ക് ഡോർ സൈഡാ വരുന്നത്. 4 ഡോർ പവർ വിൻഡോസും അതേപോലെ തന്നെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറേഴ്സും വരുന്നുണ്ട്. ബീച്ച് ഫിനിഷിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ആ ഒരു ബീച്ച് ഫിനിഷ് വിത്ത് ബീച്ച് ആയിട്ട് ഫിനിഷിംഗ് വന്നിട്ടുള്ളത്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിലായിട്ടാണ് നമുക്ക് സ്പീക്കേഴ്സ് വരുന്നത് അല്ലേ? സ്പീക്കേഴ്സ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ടോട്ടൽ വണ്ടിയിൽ 23 ലിറ്റർ സ്പേസ് വരുന്നുണ്ട്. 23 ലിറ്ററോളം സ്പേസ് വരുന്നുണ്ട് ബോട്ടിൽസ് മാത്രം വെക്കാനായിട്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസിൽ മെയിൻ ആയിട്ട് നോക്കാന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് എംബ്ലം, പിന്നെ വരുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾസ് ആണ് വരുന്നത്.
ലെഫ്റ്റ് സൈഡ് മൊത്തം വരുന്നത് സ്റ്റീരിയോസിന്റെയും റൈറ്റ് സൈഡ് മൊത്തം വരുന്നത് ക്ലസ്റ്ററിന്റെ ആണ് വരുന്നത്. ഈ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോയിലേക്കുള്ള എല്ലാ കൺട്രോളിങ്ങും ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലസ്റ്ററിന്റെ വരുന്നുണ്ട്. പിന്നെ അതേമാതിരി തന്നെ ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അടിപൊളിയുണ്ടല്ലോ. ഇത് എന്ത് സംഭവം? നമുക്കിത് വരുന്നത് പുതിയതിലേക്ക് വരുമ്പോഴാണ് ഈ ഫുൾ ഫീച്ചേഴ്സ് വന്നിട്ട്. അത് വുഡൻ ഫിനിഷ് ആണ് വരുന്നത്. വുഡൻ ഫിനിഷ് പാനലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, എനിക്കിത് കാണുമ്പോ എന്താ തോന്നണേന്ന് അറിയോ ചേനെ? നമ്മുടെ ചേനത്തണ്ടല്ലേ അല്ലേ? കറക്റ്റ് അല്ലേ? അത് ഡിഫറൻസ് ഉണ്ട്. മെറ്റീരിയൽ അങ്ങനത്തെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ആ ഒരു എന്താ പറയാ, ചേനത്തണ്ടൻ എന്ന് പറയുന്ന പാമ്പിന്റെ ആ ഒരു ശരീരത്തിലുള്ള ആ ഒരു ഷെയ്ഡ്. നമുക്ക് ഈ ഒരു സ്വിച്ചസ് ഒക്കെ ഇതൊക്കെ ഗ്ലോ ബോക്സിന്റെ സ്വിച്ചസാ. നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. ഇതൊരു ഗ്ലോ ബോക്സ് ആണ്. പിന്നെ ഇവിടെ ഒരു കോൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. നിങ്ങൾ ഇനി എന്താ പറയാ, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കാൻ സ്ഥലമില്ല എന്ന് പറയില്ല. സ്ഥലം പറയില്ല, എല്ലായിടത്തും സ്പേസ് ഉണ്ട്. അത്ര അധികം സ്പേസ് വേറെ ഒരു വാഹനത്തിൽ കൊടുക്കാത്ത അത്ര അധികം സ്പേസ് ഈ ഒരു വെഹിക്കിളിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എന്താ പറയാ, കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞ ഈ ഒരു വാഹനം കസ്റ്റമറുടെ എന്താ പറയാ തോഴനായിരിക്കും എന്നുള്ളത് അല്ലേ? സത്യം. ഇനി മീറ്റർ ക്ലസ്റ്റർ നോക്കിയാലോ? പിന്നെന്താ എന്റെ മച്ചമാരി, ഇതെന്താണ്? ഇതാണ് ഇതിന്റെ ക്ലസ്റ്ററിന്റെ ഭംഗി വരുന്നത്. നൈറ്റ് ഒക്കെ വേറെ വൈബായിരിക്കില്ല വൈശാഖനെ? സത്യം. ഒരു കളർ വേറെ രസമുണ്ട് കേട്ടാ. ഇതില് എല്ലാ കാര്യങ്ങളും ഇതില് കാണിക്കും. നമുക്ക് എത്ര മൈലേജ് കിട്ടുന്നത് കാണിക്കും, പിന്നെ എത്ര ഫ്യൂവൽ ഉണ്ടെന്ന് കാണിക്കും. എല്ലാതും ഈ ഒരു ക്ലസ്റ്ററിൽ കാണിക്കും. അത് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് കൂടി ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ക്ലസ്റ്ററിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്? വലിയ ഡിഫറൻസ് നമുക്ക് ഇല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഡിഫറൻസുകൾ വന്നിട്ടുണ്ട്. അതായത് നൈറ്റ് ഒക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ടുണ്ട്. പിന്നെ ഈ ക്ലസ്റ്ററിന്റെ ഈ ഒരു പോർഷനിൽ കുറച്ച് ക്രോംസ് കാര്യങ്ങളൊക്കെ അഡീഷണൽ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ആ ക്ലസ്റ്ററിന്റെ ലൈറ്റിംഗ്സ് ഒക്കെ മാറിയിട്ടുണ്ടല്ലോ? ലൈറ്റിംഗ്സ് മാറിയിട്ടുണ്ട്, കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ടുണ്ട് ലൈറ്റിംഗ്സ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ആണ് അതില് ജസ്റ്റ് വന്നിട്ടുള്ളത് ക്ലസ്റ്ററിൽ ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ള മെയിൻ ട്രിപ്പിന്റെ വന്നിട്ടുണ്ട്. അതേമാതിരി തന്നെ നമുക്ക് ഫ്യൂൽ റേഞ്ച് കാണിക്കും. അതേമാതിരി തന്നെ നമുക്ക് ഇപ്പൊ ടേക്ക് എ ബ്രേക്ക് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ വരുന്നത് ഇതിലാണ് വരുന്നത്. ഫ്യൂൽ എക്കണോമി കാണിക്കും, ട്രിപ്പ് കാണിക്കും. അതായത് നമുക്കൊരു വാഹനം ഇഷ്ടപ്പെടുന്ന ആൾക്ക് അല്ലെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ഈ ഒരു ക്ലസ്റ്ററിലൂടെ അറിയാൻ പറ്റും. ഏറെ കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ എക്കണോമി ഇപ്പൊ കാണിച്ചിട്ടുള്ളത് ക്ലസ്റ്ററിൽ. ഓക്കെ, ഇതില് നമ്മൾ ട്രിപ്പ് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ടയർ പ്രഷർ മോണിറ്റർ വരുന്നത്. അതായത് ഒരു ടയറിൽ ഏറെ കുറവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ കറക്റ്റ് ആയിട്ട് കാട്ടും. സർവീസിന്റെ ഡ്യൂ കാണിക്കും. ടേക്ക് എ ബ്രേക്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോ ഒരു കണ്ടിന്യൂസ് ഒരു 120-150 കിലോമീറ്റർ നമ്മൾ ട്രാവലിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു അപ്രോക്സ് ഒരു 75 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക് എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കറക്റ്റ് 75 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് റിമൈൻഡർ വരും. 75 കിലോമീറ്റർ ആയി നമുക്കൊരു റെസ്റ്റ് എടുക്കാനുള്ള ടൈമിംഗ് ആയിട്ടുള്ളതുകൊണ്ട് കറക്റ്റ് വാർണിംഗ് വരും. ഒരു ബീപ്പ് സൗണ്ട് ആണ് വരാം. ടേക്ക് എ ബ്രേക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ട് വരും. സ്റ്റീരിയോയിലും മെയിൻ ഡിഫറൻസ് നമുക്ക് ഫ്ലോട്ടിംഗ് ആയിട്ടുണ്ട് സ്റ്റീരിയോ. മറ്റേ നമ്മൾ പഴയ വെഹിക്കിൾ ആയിരുന്നപ്പോ മൊത്തം ഒരു ഒറ്റൊരു ക്ലസ്റ്ററിലാണ് വന്നിരുന്നത്. ഇതിപ്പോ കുറച്ചും കൂടി ഒരു സ്പോർട്ടിയിലേക്ക് ആയിട്ടുണ്ട്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. വന്നിട്ടുള്ളത് നമുക്ക് സ്മാർട്ട് ഫോണിന്റെ റെപ്ലിക്കേഷനാണ്. അതായത് നമുക്ക് നമ്മുടെ ഫോൺ കറക്റ്റ് ആയിട്ട് ഇതിലേക്ക് കിട്ടും. നമ്മുടെ ഫോണിലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിൽ ഇനി അറിയാൻ പറ്റൂല്ലേ? എല്ലാം അറിയാൻ പറ്റും. അതായത് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് iOS ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അതായത് പിന്നെ ആൻഡ്രോയിഡ് ഉള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റും. നേരെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വിൻഡോ ഒക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും. ഇത് AC വെൻസ് വന്നിട്ട് പിന്നെ പുതിയൊരു വന്നിട്ടുള്ളത് നമുക്ക് സെൻസർ വരണേ. ഓക്കെ, ഈ സെൻസർ ഉള്ളതുകൊണ്ട് വലിയൊരു ഗുണം ഉണ്ടല്ലേ വൈശാഖ? നമുക്ക് ഫ്രണ്ടിലത്തെ ഇപ്പൊ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ഇനി താഴത്തേക്ക് എടുക്കുന്ന വല്ല എന്താ പറയാ കല്ലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഐറ്റം ഉണ്ടായാൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് ആ ബീപ്പ് സൗണ്ട് തന്നോണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം അല്ലേ? ഇതാണ് നമ്മുടെ കീ വരുന്നത്. ഇതാണ് കീ വരുന്നത്. മറ്റേ കീ ഒന്നല്ല, ഇത് റിമോട്ട് കീ അല്ലെ? സ്മാർട്ട് കീ. സ്മാർട്ട് കീ. ഓക്കെ, രണ്ടെണ്ണം ഉണ്ടല്ലോ അല്ലെ? രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ഇതിൽ തന്നെ എന്താ പറയാ ഡിക്കി ഓപ്പൺ ചെയ്യാം, ലോക്ക് സിസ്റ്റം ഉണ്ട്. ഹെഡ്ലൈറ്റിന്റെ ആണ്? ഹെഡ്ലൈറ്റിന്റെ അല്ല, അത് നമുക്ക് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മാളിലൊക്കെ പോയിട്ട് നമ്മളെ വണ്ടിക്ക് എടുക്കാൻ, അപ്പൊ ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിട്ട് വണ്ടി എവിടെയൊക്കെ എടുക്കണമെന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു 3 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ബ്ലിങ്ക് ഇൻഡിക്കേറ്റേഴ്സ് ബ്ലിങ്ക് ചെയ്യും. ഇതൊരു ഫീച്ചർ അഡീഷണൽ കയറി വന്നിട്ടുണ്ട്. അതെന്താണ്? നമുക്ക് ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. മാനുവലിലേക്ക് നമുക്ക് ക്രൂസ് കൺട്രോൾ വന്നിട്ടുണ്ട്. അതിന്റെ ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ പഴയ വണ്ടികളിൽ ആയിരുന്നപ്പോ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ചാർജിങ് സ്ലോട്ട് വന്നിരുന്നത് ഈ ഗ്യാപ്പിലായിരുന്നു. അതെ, അത് മാറ്റിയിട്ട് കുറച്ചും കൂടിയും എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചാർജിങ് വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഓണിന്റെ ഒരു ബട്ടൺ ഒക്കെ കണ്ടല്ലോ. അത് നമ്മുടെ വയർലെസിന്റെ ബട്ടൺ വരുന്നതാണ്, ഓണും ഓഫും വരുന്ന വയർലെസിന്റെ. ഇത്ര സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു കോൾഡ് ഗ്ലോ ബോക്സ് വരുന്നത്. തണുപ്പുള്ള ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ലോങ് ഡ്രൈവ് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തണുപ്പ് ഫുൾ ടൈം ഇതിൽ നിൽക്കും. നമുക്ക് ബാക്ക് കേസ് ഓപ്പൺ ബാക്ക് കേസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് കേസ് ബാക്ക് കേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് കൂളിംഗ് നമുക്ക് ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ പെപ്സി അങ്ങനെയൊക്കെ കൊണ്ടുപോകണം. ചെറിയ തണവുള്ള ഐറ്റംസ് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ ടൈം തണവായിട്ട് നിന്നോളൂ. ഓക്കെ, വൈശാഖാൻ ഒരിക്കലും ഞാൻ പെപ്സിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല കേട്ടാ. ഒരു സാധനമാണ് അത് അല്ലേ. ഇതാണ് നമ്മുടെ ബാക്കിലേക്കുള്ള എ സിയുടെ കൺട്രോൾസ് വരുന്നത്. നമുക്ക് സെപ്പറേറ്റ് എ സി ആണ് വരുന്നത്. ഫ്രണ്ടിലേക്ക് മാത്രം എ സി മതി. ഇപ്പൊ 2 പേരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് എ സി മാത്രം മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൺട്രോൾസ് ഇവിടെ വരുന്നത്. ആംറസ്റ്റ് വരുന്നത് അല്ലേ. അതും നല്ല എന്താ പറയാ, എത്ര ലോങ് ആയിട്ടിരുന്ന് നമുക്ക് കൈ ഫ്രീ ആയിട്ട് വെക്കാവുന്ന രീതിയിൽ തന്നെയാണ് ആംറസ്റ്റ്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഗിയർ ഇടാൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോ നമ്മുടെ പുതിയ വണ്ടിയിലേക്ക് വന്നിട്ടുള്ളത് 6 എയർ ബാഗ്സ് ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും എല്ലാരും പറഞ്ഞു നമുക്ക് 6 എയർ ബാഗ്സ് ഇല്ല എന്നൊരു സംഭവം പറഞ്ഞു. അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വെച്ചാൽ നമ്മളിപ്പോ ഈ ഒരു 10 ലക്ഷത്തിന്റെ ഉള്ളിൽ വരുന്ന ഒരു വണ്ടിയാന്ന് വെക്കാം. ആ വണ്ടിക്ക് എല്ലാത്ത സേഫ്റ്റി ഫീച്ചേഴ്സും ഒന്നുമില്ല. എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് കമ്പനി. സ്റ്റിയറിംഗ് നമുക്ക് വരുന്നത് ടിൽറ്റാ വരുന്നത്. ടിൽറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രൈവർ സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ടൈബറിൽ ഇന്റീരിയറിൽ വരുന്നത് അല്ലേ. ക്ലിയറൻസ് വരുന്നത് 182 ആണ് വരുന്നത്. ടോട്ടൽ ലെങ്ത് വരുന്നത് 3985 ആണ്. വിഡ്ത് വരുന്നത് 1734 ആണ് വരുന്നത്. റെനോ ടൈബർ ഇത്ര വിശേഷങ്ങളാണ് വരുന്നത് അല്ലേ. അതെ. ഓക്കെ, എത്ര വേരിയൻസ് ആണ് ഈ ഒരു വാഹനം വരുന്നത്? 4 വേരിയൻസാ വരുന്നത്. 4 വേരിയൻസ് അല്ലേ. ഒരു വാഹനം വരുമ്പോ എത്ര കളേഴ്സ് വരുന്നുണ്ട്? നമുക്ക് 6 കളേഴ്സാ വരുന്നത്. 6 കളേഴ്സ്. ഏതൊക്കെ കളേഴ്സ് ആണ് അത്? ഷാഡോ ഗ്രേ എന്ന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷാഡോ ഗ്രേ ആണ്. ആംബർ ടെറാക്കോട്ട എന്നൊരു കളർ വരുന്നുണ്ട്. പിന്നെ സെൻസ്കാർ ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, സിൽവർ വരുന്നുണ്ട്. അങ്ങനെ 6 കളർ അല്ലേ. 6 കളറിൽ അതില് 3 നമുക്ക് ഡ്യുവൽ ടോൺ ആയിട്ട് വരുന്നു. ഡ്യുവൽ ടോൺ. ഇപ്പൊ കൂടുതൽ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് കളേഴ്സ് കാണണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് തന്നെ വരാം അല്ലേ. ഡയറക്റ്റ് വരാമല്ലോ. അത് നമ്മൾ എന്താ പറയാ, എത്ര വീഡിയോ ചെയ്താലും ആ കളേഴ്സ് മനസ്സിലാവില്ല. നിങ്ങൾക്ക് വന്ന് കണ്ടാൽ തന്നെയാണ് ആ ഒരു അനുഭവം നിങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലെ. അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് തന്നെ വന്ന് വരണം അല്ലേ. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്? നമുക്ക് പ്രൈസിങ് എക്സ്ഷോറൂം വരുന്നത് 6.29. അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോ ടാക്സിയിലേക്ക് ഇല്ല, CNG നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, CNG വേരിയന്റ് വരുന്നുണ്ട്, പിന്നെ പെട്രോളും ഉണ്ട്. പെട്രോൾ വരുന്നു. ഓക്കെ, ടാക്സി പെർമിറ്റ് ഇല്ലല്ലോ അല്ലെ. പുതിയത് നമ്മൾ ടാക്സി കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി വരുമോ കാലങ്ങളിൽ? മേ ബി വരാം. ഓക്കെ, റെനോ ടൈബർ ഒക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മളെ തൃശ്ശൂര് മണ്ണുത്തി ബൈപ്പാസിലുള്ള റെനോന്റെ ഷോറൂമിൽ വരാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക അല്ലെ മച്ചാനെ. ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഉണ്ടല്ലോ. എല്ലാ ഹെൽപ്പ് കാര്യങ്ങളും ഇവിടുന്ന് ഷോറൂമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് ഇവിടുത്തെ നമ്പർ വെക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം. ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ചെയ്തു കൊടുക്കുമല്ലോ അല്ലെ. എല്ലാ ബാങ്കും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ വരാ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ അങ്ങോട്ട് ബുക്ക് ചെയ്തോ അല്ലെ. പുതിയ വണ്ടി ഇറക്കം ചെയ്യാം. ഈ ഓണം നിങ്ങളുടെ സ്വന്തം റെനോ ടൈബറിനോടൊപ്പം അല്ലെ. എല്ലാവരും നോക്കിയ ഒരു സംഭവം ഉണ്ട്, എന്താണത്? മൈലേജ്. എങ്ങനെയാണ് നമ്മുടെ റെനോ ടൈബർ മൈലേജ് പറയുന്നത്? നമുക്ക് കമ്പനി പറഞ്ഞത് 21 ആണ് മൈലേജ് പറയുന്നത്. 21. ഓക്കെ, അത് CNG-ലാണോ? അല്ലല്ല, പെട്രോളിൽ അല്ലെ. CNG വരുമ്പോഴോ? CNG ആകുമ്പോ 25+ കിട്ടുമല്ലോ അല്ലെ. ഇതിപ്പോ CNG ആണോ? ഇതിപ്പോ നമുക്ക് നോർമൽ വണ്ടി ഇത് നമ്മൾ അഡീഷണൽ ചെയ്യണതാണ്. ഓക്കെ, ഇവിടെ നിന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും. വിത്ത് വാറന്റി അടക്കം നമ്മൾ CNG കൊടുക്കുന്നത് അല്ലെ. പെട്രോളിൽ മൈലേജ് പോരെ എന്ന് വിചാരിക്കുന്ന മച്ചന്മാരൊക്കെ ഇനി എന്താ പറയാ, ആ ഒരു വിചാരമൊക്കെ മാറ്റി വെച്ചോ. നമുക്ക് CNG-യും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. എന്തായാലും ഈ ഒരു സമയം കൊണ്ട് റെനോ ടൈബറിന്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന മച്ചാന് ഒരുപാട് താങ്ക് യു ട്ടാ. വെൽക്കം. റെനോ ടൈബർ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. ഇപ്രാവശ്യത്തെ ഓണവും പുതിയ ടൈബറിനൊപ്പം നമുക്ക് ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിക്കാം. ഓണത്തിന്റെ ട്രിപ്പൊക്കെ പുതിയ എന്താ പറയാ ടൈബറിലാവട്ടെ. ഓക്കെ, അപ്പൊ മച്ചാനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ട്ടാ. ഓക്കെ, ബൈ മച്ചവർ. അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ റെനോ ടൈബറിന്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി ചവിട്ടി പൊട്ടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ട്ടാ.